ലോകത്തെ വീണ്ടും ഞെട്ടിക്കാനൊരുങ്ങുകയാണ് ഇലോൺ മസ്ക്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നു. മനുഷ്യന്റെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഭീമാകാരമായ ഒരു കെട്ടിട സമുച്ചയത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടെറാഫാബ് ഭാവിയിലെ വലിയ തോതിലുള്ള ഉൽപാദന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നത്. മസ്കിന്റെ തന്നെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ടെറാഫാബ് എന്ന പദ്ധതി കേവലം ഒരു ഫാക്ടറിയോ കെട്ടിടമോ എന്നതിനപ്പുറം വമ്പൻ ഉൽപാദനക്ഷമത ലക്ഷ്യമിട്ടുള്ള ഒരു അത്ഭുതമാണ്. ഭാവിയിലെ സാങ്കേതിക വിപ്ലവങ്ങൾക്ക് അടിത്തറയിടുന്ന തരത്തിലാണ് ഇതിന്റെ ഘടനയും പ്രവർത്തനങ്ങളും നടക്കുക. അതിവേഗത്തിലുള്ള നിർമ്മാണ പ്രക്രിയകളും അത്യാധുനിക റോബോട്ടിക് സംവിധാനങ്ങളും ഈ വലിയ കെട്ടിടത്തിനുള്ളിൽ സജ്ജീകരിക്കും. ശാസ്ത്രലോകവും വ്യവസായ രംഗവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒന്നായി മാറുകയാണ് ഈ പദ്ധതി. മസ്കിന്റെ മറ്റ് സംരംഭങ്ങളെ പോലെ തന്നെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും ഈ ടെറാഫാബ് പ്ലാന്റുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വരും കാലങ്ങളിൽ നിർമ്മാണ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതുവാൻ പോകുന്നതാകും ഈ അത്ഭുത നിർമ്മിതി. അതേസമയം ടെസ്ല, സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെ ആവശ്യങ്ങൾക്കായി സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ചിപ്പുകൾ നിർമ്മിക്കുന്നതിനായാണ് ടെറാഫാബ് എന്ന ചിപ്പ് നിർമ്മാണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകളുമുണ്ട്. ടെക്സാസിലെ ഓസ്റ്റിനുള്ള ടെസ്ലയുടെ ആസ്ഥാനത്താകും ഈ ചിപ്പ് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. AI, റോബോട്ടിക്സ്, ഡാറ്റാ സെന്ററുകൾ എന്നിവയ്ക്കായി അത്യാധുനിക ചിപ്പുകൾ നിർമ്മിക്കുകയാണ് ഈ പ്ലാന്റിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രതിവർഷം 1 ടെറാവാട്ട് കമ്പ്യൂട്ടിംഗ് പവർ ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇത് നിലവിലെ ആഗോള ചിപ്പ് ഉൽപ്പാദനത്തേക്കാൾ ഏകദേശം 50 മടങ്ങ് കൂടുതലാണ്. നിലവിലെ ചിപ്പ് വിതരണക്കാരായ സാംസങ്, TSMC തുടങ്ങിയ കമ്പനികൾക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ വലിയ അളവിൽ കമ്പ്യൂട്ടിംഗ് പവർ തന്റെ കമ്പനികൾക്ക് ഭാവിയിൽ ആവശ്യമായി വരുമെന്നാണ് മസ്കിന്റെ വിലയിരുത്തൽ. ടെസ്ല വാഹനങ്ങൾക്കും ഒപ്റ്റിമസ് എന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്കുമായി ഒപ്റ്റിമൈസ് ചെയ്ത ചിപ്പുകളും ബഹിരാകാശത്തെ കടുത്ത സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ ശേഷിയുള്ള D3 ചിപ്പുകളുമാണ് നിർമ്മിക്കുക. ഇവ സ്പേസ് എക്സിന്റെ ഡാറ്റാ സെന്റർ ഉപഗ്രഹങ്ങൾക്കായി ഉപയോഗിക്കാനാകും. ഭാവിയിൽ ഭൂമി മനുഷ്യരാശിക്ക് അനുയോജ്യമല്ലാതാകുമെന്നും അതിജീവനത്തിനായി മനുഷ്യർ മറ്റു ഗ്രഹങ്ങളിലേക്ക് ചേക്കേറുമെന്നുമുള്ള കാഴ്ചപ്പാടാണ് ഇലോൺ മസ്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഗാലക്റ്റിക് സിവിലൈസേഷനായി മനുഷ്യരാശിയെ മാറ്റാനും മസ്ക് പലതരത്തിലുമുള്ള പദ്ധതികളും തയ്യാറാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ചൊവ്വയിലും ചന്ദ്രനിലുമെല്ലാം മനുഷ്യവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാനാണ് സ്പേസ് എക്സിന്റെ പദ്ധതി. ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഡാറ്റാ സെന്ററുകളും മറ്റും സ്ഥാപിക്കുവാനും മസ്ക് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇത്തരം വമ്പൻ പദ്ധതികൾ ലക്ഷ്യമിട്ടാണ് ചിപ്പ് നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനും മസ്ക് ശ്രമം നടത്തുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.